അയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫ് ആണ്. ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ വന്നേക്കുന്നത്. നല്ലൊരു ഇതാണ്. എനിക്ക് ഇതായി ഈ മേക്കപ്പ് ബോക്സ് എല്ലാം കൊണ്ടാണ് ഞാൻ ചെയ്തത്. മേക്കപ്പ് ബോക്സ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ. പൗഡർ ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു പൗഡർ കാണിച്ചു. ഇനി മോള് വിശദീകരിക്കുന്നതാണ് എങ്ങനെ മേക്കപ്പ് ചെയ്യാന്ന്. ഹൈ ഷാഡോ ഉണ്ട്, പിന്നെ പല കളേഴ്സ് ഹൈ ഷാഡോ ഉണ്ട്. ഡാർക്ക് പിങ്ക് ഉണ്ട്, സ്കൈ ബ്ലൂ ഉണ്ട്, ഡാർക്ക് പിങ്കിന്റെ ഒരു കളർ ഉണ്ട്, പിന്നെ ബ്രൗൺ ഉണ്ട്, ഡാർക്ക് ബ്രൗൺ. പിന്നെ ഈ കളർ എനിക്ക് അറിയത്തില്ല ഗൈസ്. അതെന്തോ കളർ? ഇത് പൗഡറിന്റെയാണ്. ഈ മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് മേക്കപ്പ് എങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അറിയാത്തവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണം. എനിക്ക് മേക്കപ്പ് ഇടാനൊക്കെ അറിയാം. ഒന്നിട്ട് കാണിക്കണേ, ആൾക്കാരെ കാണിക്കണേ ഇട്ട. എന്നിട്ടേ ആദ്യം നമ്മൾ എന്താ ഇടുന്നത്? അതെന്താ എങ്ങോട്ടാ? പറ. കണ്ണിന്റെ മുകളിൽ ഇടാണ്. നല്ല ഇതാണ്. കണ്ണാടി ഉണ്ടേ. അപ്പൊ നമ്മൾ കണ്ണിന്റെ അവിടെ ഐ ഷാഡോ വെച്ച് ആക്കും. ഇനി മറ്റേ കണ്ണിലാണ്. കാണിക്കാം, ആൾക്കാരെ കാണണ്ട്. കണ്ടോ ഐ ഷാഡോ കണ്ടല്ലോ? കണ്ണടച്ച് കാണിച്ചേ. കണ്ടോ ഐ ഷാഡോ കണ്ടില്ലേ? കണ്ടോണം. കണ്ടു. അടുത്തേ ഇനി ഈ പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഇത് കണ്ടോണം. അറിയാത്തവര് നോക്കി പഠിച്ചോണേ. ഇങ്ങനാണ് ഇടേണ്ടത്. പിന്നെ അത് മാത്രമല്ല ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ പതുക്കെ എടുത്തുള്ളൂ. എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടേണ്ടത്? ലിപ്സ്റ്റിക് ഇടാൻ അറിയാത്തവരൊക്കെ നോക്കി പഠിച്ചോണം എങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നതെന്ന്. ഇങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. മേളിൽ തൂക്കണമല്ലേ? എന്നിട്ട് അങ്ങനെ അതേ കണ്ടോണം. ലിപ്സ്റ്റിക് ഇട്ടു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയൊന്നും ഇടാനില്ല. ലാസ്റ്റ് ഇച്ചിരി പൗഡർ മതി. പൗഡർ എടുത്തിട്ട് ഇച്ചിരി ഇങ്ങനെ വെക്കണം. നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ആവും. ബ്ലഷ് ആയി. ഓക്കെ. അതെങ്ങനാ? അതാ ഇങ്ങനെ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ആൾക്കാർ വെയിറ്റ് ചെയ്തോളും. ഓക്കെ. ഇങ്ങനെ ആക്കിയിട്ട് ബ്ലഷ് ആയി നോക്കട്ടെ. നോക്കട്ടെ. കൊള്ളാലോ. മേക്കപ്പ് ചെയ്യാറുള്ളതൊക്കെ ഇതുപോലെ മേക്കപ്പ് ചെയ്ത് പഠിച്ചോണം. കുഞ്ഞ് അതിനു വേണ്ടി മോള് കാണിച്ചു തരുന്നത്. അറിയാത്തവരെല്ലാം വീട്ടിൽ തന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ ആരാ എഴുതരുന്നത്? കണ്ടോ? സൂപ്പറാണ്. പക്ഷേ ഇച്ചിരി കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യണം, എന്നാലേ അത് വരത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ ഇതാണ്. ഈ മേക്കപ്പ് ബോക്സിന്റെ ഇത് ലവ് ആണ്. സാഡാ ബോക്സ് സർക്കിൾ ആണ്. നിങ്ങൾക്ക് അറിയാലോ. സ്കെയിലും പല ഷേപ്പും ഇതിൽ അവൈലബിളും ആണ്. ഐ ഷാഡോ ഉണ്ട്, പല കളേഴ്സ്. ഇങ്ങനെ ഒരു ഐ ഷാഡോ ഉണ്ട്, ഇങ്ങനെ ഒരു ഐ ഷാഡോ. ഇത്രയുള്ള ഐ ഷാഡോ. പിന്നെ ഇത് ഞാൻ നേരത്തെ ചെയ്ത ഇതായിരുന്നു. ഒരു മിനിറ്റ്. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നേരത്തെ പൗഡർ ഇട്ടാൽ അതൊന്നും ബ്ലെൻഡ് ആവും. നോക്കട്ടെ. കണ്ട ഇത് നോക്ക്. കണ്ട ഒരു ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ കളേഴ്സ് പറഞ്ഞുതരാം. ഐ ഷാഡോ, ഡാർക്ക് പിങ്ക്, ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് പിങ്ക്, പിന്നെയും പിങ്ക്, പിന്നെ ഡാർക്ക് ബ്ലൂ, ഡാർക്ക് പിങ്ക്, പിന്നെ പോട്ട് ഒരു കളറും, പിന്നെ ഇത് പർപ്പിള്, ഇത് ഏതോ ഒരു കളർ പോട്ടെ. ഏതോ ഒരു കളർ. ഇത് പിങ്കാ. ഇത് ഏതോ ഒരു കളറാണ്. അത് പോട്ട്. അപ്പൊ ഇതെന്തോ ചൊറിഞ്ഞു പോയി.
ചുമ്മാ ഇങ്ങനെ ചൊരിഞ്ഞിച്ചതാണ് ഇത് പ്ലേറ്റ് ചെയ്താല് പ്ലേറ്റ് ഇടാൻ ചൊരിഞ്ഞിച്ചത്. ഈ കളർ ചെറിയൊരു എനിക്കറിയത്തില്ല. ഈ കളർ നോക്ക്, രണ്ട് സൈഡിലും പിങ്ക്. ഈ ഡിസൈൻസ് നോക്ക്. ഇത് ഇത്രയും കളർ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് രണ്ടാമത്തെ കളറിലുണ്ട്. ഇത് വേറെ ഒരു വൈറ്റ് ആണ്. ഇത് ബ്രൗൺ ഉണ്ട്, പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്. കണ്ടോണോ? എല്ലാരും കണ്ടോണല്ലോ? കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നിങ്ങൾ കണ്ടില്ല. എല്ലാരും കണ്ടു. എല്ലാരും എല്ലാം കാണുന്നുണ്ട്. ഇതിൽ ഇത്രയും റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് ആൾക്കാർക്ക് മേടിക്കാൻ നല്ലതല്ലേ? നല്ലതാണ്. ഇങ്ങനെ ഇത് ലവ് ഷേപ്പ് ഉണ്ട്. ലവിന്റെ ഷേപ്പും സ്ക്വയറും റെക്ടാങ്കിള് ട്രയാങ്കിള്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഒരാൾക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മേക്കപ്പ് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ വേറൊന്നും മേടിക്കണ്ട. വേറൊന്നും മേടിക്കണ്ട, ഇത് മതി. പൗഡർ മാത്രം ഉണ്ട്. പൗഡർ ഉണ്ട്. പൊടിക്ക് നിങ്ങളുടെ സുജിത്ത് മാമൻ എഴുതി തരുവേ. അപ്പൊ ഞാനും അവരെല്ലാം എഴുതി കൊടുക്കണം അല്ലേ? അവർക്ക് എഴുതി കൊടുക്കേണ്ടത് പുലിക്കാണ്, സുജിത്താണ്. ഇത് ഈ ലവ് ഷേപ്പിന്റെ ഇതിൽ ഇച്ചിരി ഡിഫറെന്റ് ഐറ്റംസും വരുന്നുണ്ട്. കൊള്ളാലോ, സൂപ്പർ. പിന്നെ ഇതാണ് ഇത്രയും റേറ്റ് ഉണ്ട്, 9105 റുപ്പീസ്. അത്രേ ഉള്ളൂ. വളരെ കുറവാണ്. അതുപോലെ ഇതിന്റെ പേരും വരുന്നത് മേക്കപ്പ് എന്നല്ല. പിന്നെ ഇതെന്തോ എന്തിനാട്ടെ ഒരു പേരങ്ങ് പറ. അതല്ല, അത് ഇവിടെ അത് അവിടെ പറഞ്ഞ പറ. മേക്കപ്പ് ഉണ്ടെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഈ രഹസ്യമൊന്നും എനിക്കറിയില്ല. നമുക്ക് ഈ രഹസ്യം നോക്കാം. ഓക്കെ. അത് പോട്ട്. ഇതെങ്ങനെ ആൾക്കാർ യൂസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഫേസ് വാഷ് ചെയ്തിട്ടാണോ? എങ്ങനെയാണ് ഇത് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവണം, എന്നാൽ നമുക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും. ഇപ്പൊ പൗഡർ ഉണ്ട്, ഇതില് പൗഡർ ഉണ്ട്. അത് കണ്ടു, നമ്മൾ ആൾക്കാരെ കാണിച്ചല്ലോ, പൗഡറിന്റെ എല്ലാം പറഞ്ഞല്ലോ. പൗഡർ ഉണ്ട്, ഐഷാഡോ ഉണ്ട്, അതുപോലെ ലിപ്സ്റ്റിക്. അപ്പൊ നമ്മൾ എപ്പോഴാ കഴുകി കളയേണ്ടത്? ഇത് കഴുകിയൊന്നും കളയണ്ട. ഇത് നമ്മൾ കുറച്ച് നേരം ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഉച്ചയാവുമ്പോ നമ്മൾ കഴുകി കളയണം. അതാണ് ഇതിന്റെ റിസൾട്ട്. നോക്കിയാ മുഖം നോക്കി ഇങ്ങോട്ട് നോക്കി ഗ്ലോ ആയിരിക്കുന്നുണ്ടോ? ഇത് യൂസ് ചെയ്തപ്പോ ഗ്ലോ ആകണ്ടോ? എന്തോരം ഗ്ലോ ആ, ലിപ്സ്റ്റിക് ഒക്കെ കണ്ടാ? അങ്ങനെ പോവല്ലേ? പറ. അങ്ങനല്ല, അപ്പൊ ഈ വീഡിയോ ആൾക്കാരോട് ചെയ്യണമെന്ന് പറയണ്ടേ? ലൈക്ക് എങ്ങനെ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം, അങ്ങനെ പറ. അതെ, ചെയ്യണേ. ഇത് തന്നെ മേടിക്കണം എന്നും പറ. ഇത് കണ്ടോണല്ലോ, ഇതാണ് കൊച്ചിൻ്റെ. ഇത് തന്നെ മേടിച്ചോണം, റേറ്റ് വളരെ കുറവാണ്. അത് കാണിച്ചു. അപ്പം ഇനി നമ്മൾ അടുത്ത പുതിയ മേക്കപ്പിൻ്റെ പുതിയ സംഭവമായിട്ട് ടാറ്റയൊക്കെ കൊടുത്തേ. ടാറ്റ.